കാൽപന്ത് കളി കൊണ്ടും വണ്ടിപ്രാന്ത് കൊണ്ടും പേരെടുത്ത ജില്ലക്കാരാണ് മലപ്പുറം ജില്ലക്കാർ. ഇതുവരെ കുറ്റം പറയുന്നല്ല, ഒരു പോസിറ്റീവ് വശം തന്നെയാണ് ആ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ യൂസ്ഡ് കാറുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ഇപ്പൊ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂസ്ഡ് കാറുകൾ വിൽക്കപ്പെടുന്ന ഒരുപാട് ഷോറൂമുകൾ ഈ ഒരു ജില്ലയിലുണ്ട്. അപ്പോൾ ഒരു യൂസ്ഡ് കാർ എടുക്കാൻ പോകുന്ന ആളുകൾക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ വരും, ഏത് ഷോറൂമിലാണ് നല്ല വാഹനങ്ങൾ ഉള്ളത്, ഏത് ഷോറൂമിലേക്കാണ് പോകേണ്ടത് എന്നൊക്കെ. അങ്ങനെയുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത്. ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന സ്ഥലത്തുള്ള ഏഷ്യൻ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഈ ഒരു ഷോറൂമിൽ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഇവിടെ എല്ലാത്തരം വാഹനങ്ങളുണ്ട്. അതും എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ്. നമ്മുടെ സാധാരണ ഫാമിലി കസ്റ്റമർ, അതായത് സാധാരണക്കാർ തിരയുന്ന മാരുതിയുടെ വാഗനർ, സ്വിഫ്റ്റ് എന്നിങ്ങനെ തുടങ്ങി അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളായ BMW, ബെൻസ്, ഓഡി, വോൾവോ, റേഞ്ച് റോവർ, അങ്ങനെ എല്ലാത്തരം സെഗ്മെന്റിലുള്ള വാഹനങ്ങളും ഈ ഷോറൂമിൽ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിൽ, നിങ്ങൾക്ക് സ്വിഫ്റ്റ് വേണോ ഇവിടേക്ക് വരാം, നിങ്ങൾക്കൊരു ബെൻസ് വേണോ ഇവിടേക്ക് വരാം. അതായത് എല്ലാത്തരം കാറുകൾ അന്വേഷിച്ച് വെക്കുന്ന കസ്റ്റമേഴ്സിനും സമീപിക്കാവുന്ന നല്ലൊരു ഷോറൂമാണ്. നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്ത ഓണർമാരാണ് ഷോറൂമിന്റെ ഓണർമാർ. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് ഉറപ്പിച്ച് പറയാണ്, നല്ല ക്വാളിറ്റി വാഹനങ്ങൾ മലപ്പുറം ജില്ലയിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഈ ഒരു ഷോറൂമിലേക്ക് വന്നോ. എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ്. അധികവും സിംഗിൾ ഓണർ വണ്ടികളാണ്. പിന്നെ റീ രജിസ്ട്രേഷൻ വാഹനങ്ങൾ ഒന്നും തന്നെ വിൽക്കപ്പെടുന്നില്ല. ആകെ ഒരൊറ്റ വണ്ടിയെ ഇവിടെ കാണാനുള്ളൂ റീ രജിസ്ട്രേഷൻ വാഹനം. ബാക്കിയെല്ലാം ഒറിജിനൽ കേരള വണ്ടികളാണ്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള 4 നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടില്ല, എടുക്കുന്നില്ല എന്നുള്ള പരാതികളും കാര്യങ്ങളൊക്കെ വരും. ആ പരാതികളും കാര്യങ്ങളും ഈ ഒരു ഷോറൂമിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. 4 നമ്പറാണ് കൊടുക്കുന്നത്. ഒരു നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഏത് വാഹനം വേണമെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ പിന്നെ അധികം സമയം കളയേണ്ട, നിങ്ങൾ ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ് കാറുകളുടെ വീഡിയോസും ഷോറൂമിന്റെ വീഡിയോസും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ചുരുങ്ങിയ പൈസക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാർ ഞാൻ കാണിച്ചു തരാം. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐ10 എന്ന വാഹനമാണ്. 2014 മോഡല്. ആസ്റ്റയാണ് വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1,37,000 കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഉൾഭാഗം. പിന്നെ മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 80% ടയറുകളുണ്ട്. വിത്ത് അലോയ് വീല് കൂടി വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് ഇവർ ചോദിക്കുന്ന വിലയാണ് ഏറ്റവും കൂടുതൽ രസമായിട്ടുള്ള കാര്യം. കാരണം 2,95,000 രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതും നെഗോഷ്യബിൾ ആണ്. കച്ചവടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഇത് റെഡി ക്യാഷിന് എടുക്കാവുന്ന ഒരു എമൗണ്ട് ആണ്. ഇനി നിങ്ങൾക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ലോണും ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. 80% ലോണും കിട്ടും. നിങ്ങളുടെ കയ്യിൽ എത്ര കാശ് ഉണ്ടെങ്കിലും ഒരു ഇന്നോവ ക്രിസ്റ്റ പുതിയ വാഹനം എടുക്കാൻ സാധിക്കില്ല. ഇത് പറയാൻ കാരണം കമ്പനി ഈ ഒരു വാഹനം നിർത്തലാക്കി. പക്ഷെ ഒരു 3,50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ക്രിസ്റ്റ കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് 2016 മോഡല് ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റ എന്ന വാഹനമാണ്. 2.8Z ആണ് വേരിയന്റ്. അതും ഓട്ടോമാറ്റിക് വാഹനമാണ്. 7 സീറ്റർ വണ്ടിയാണ്. ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ 86,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇതിന് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, കംപ്ലൈന്റോ റീപ്ലേസോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പിന്നെ ടയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരു 80% ടയറുകളാണ്. വിത്ത് അലോയ് വീൽ വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ ഒന്നുമില്ല. ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടിയില്ല. നല്ല ഹൈ ക്വാളിറ്റി ഇന്നോവ ക്രിസ്റ്റ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള 4 നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതിനിവർ ചോദിക്കുന്ന വില 19,50,000 രൂപയാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാഹനം വാങ്ങാൻ വരുന്നതെങ്കിൽ ഒരു 3,50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി 16 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ ചെയ്യാവുന്നതാണ്. അന്നും ഇന്നും എന്നും റോഡിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ബെൻസ് തന്നെയാണ്. അതിൽ യാതൊരുവിധ മാറ്റവും ആർക്കും ഉണ്ടാവില്ല. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ പൈസക്ക് റോഡിലെ രാജാവിനെ നമുക്ക് സ്വന്തമാക്കാം. ഇത് 2009 മോഡല് സി ക്ലാസ് ബെൻസ് ആണ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പിന്നെ വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ഞാൻ കാണിച്ചിരുന്ന ഈ വാഹനം ഒറിജിനൽ കേരള വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വാഹനമല്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് ഒരു സ്വിഫ്റ്റ് വാങ്ങുന്ന വില മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. ചോദിക്കുന്ന വില 8,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. കച്ചവടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മക്കളെ, ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു വാഹനം വാങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലൊരു ആനയെ കെട്ടിയിട്ടുള്ള പ്രൗഢി നിങ്ങൾക്ക് കിട്ടും.
പറയാൻ കാരണം മറ്റൊന്നല്ല, വാഹനങ്ങളുടെ പ്രൗഢിയുടെ പ്രതീകമായിട്ടുള്ള റോഡിലെ രാജാവായിട്ടുള്ള ബെൻസ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതും ML250 2014 മോഡല്, രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. വെറും 45,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ റീപ്ലേസോ ഒന്നുമില്ല. നിലവില് ഒരു സ്ക്രാച്ചോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില 32 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഒരു 70% ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിൽ ലഭ്യമാണ്. മീഡിയം സെഗ്മെന്റ് വാഹനങ്ങൾ മുതൽ പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങൾ വരെയുള്ള A to Z വാഹനങ്ങൾ ഈ ഒരു ഷോറൂമിൽ നിലവിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളാണ് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി. അതുപോലെയാണ് പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളിൽ ബെൻസ്, BMW, ഓഡി എന്ന് പറയുന്നത്. ഇത് 2013 മോഡലാണ്. വണ്ടിയാണ്, റീരജിസ്ട്രേഷൻ വാഹനമാണ്. പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള ഒരു വാഹനം. ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും 68,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വേറെ തട്ടമുട്ട മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ഇത് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാങ്ങാൻ വരുന്നെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിനിപ്പോ ചോദിക്കുന്ന വില 11,90,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ബെൻസ് കാറുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമാണ് ബെൻസ് GLA കാറുകൾ. ഈ ഒരു വാഹനം നിങ്ങൾക്ക് 5 ലക്ഷം രൂപക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. ഇത് 2015 മോഡലാണ്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഇത് 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസിലോട്ട് വരാം. ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില 20 ലക്ഷം രൂപയാണ്. ഇതിൽ 15 ലക്ഷം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും. 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. അതാണ് ആദ്യം ഞാൻ പറഞ്ഞത് 5 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം സ്വന്തമാക്കാന്നുള്ളത്. നല്ല മൊഞ്ചുള്ളൊരു BMW. ആ ഒരു മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ രസമായിട്ടുള്ള നല്ലൊരു ഫാൻസി നമ്പർ കൂടി ആയിട്ടുള്ള ഒരു കിടിലൻ കാറാണ് കാണിച്ചു തരാൻ പോകുന്നത്. വെറും 7 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. BMW 520D ലക്ഷറി ലൈൻ ഓട്ടോ പാർക്ക് ആണ്. ഓട്ടോ പാർക്ക് എല്ലാ വാഹനത്തിലും ഉണ്ടാവില്ല. പ്രീമിയം സെഗ്മെന്റിൽ കുറച്ച് കൂടിയ വാഹനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. 2018 മോഡലും 2019 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. വെറും 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്, ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടിയില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി BMW ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നില്ല. കാരണം ഇതൊരു ലക്ഷറി വാഹനമാണ്. അതിന് വേണ്ട എല്ലാത്തരം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നല്ല ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 6 എയർ ബാഗ്, സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പുതിയ ടയർ, അതുപോലെ തന്നെ വിത്ത് അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വാഹനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു BMW ആണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു വണ്ടി എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കാത്ത ആൾ കൂടി നോക്കിപ്പോകും. കാരണം അച്ചാതി ആറാത്ത സാധനമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. റോഡിലെ രാജാവ് എന്നറിയപ്പെടുന്ന മെഴ്സിഡസ് ബെൻസ് എന്ന വാഹനമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. C300D ആണ് വേരിയന്റ് വരുന്നത്. ഇത് 2019 മോഡലും 2020 രജിസ്ട്രേഷനുമാണ്. നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. വെറും 58,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ ഒന്നുമില്ല. ഒരു സിംഗിൾ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും എടുത്ത് കാണുന്ന ഒരു കളറാണ്. പക്ഷെ നിലവിൽ ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി ഇല്ല. ഇനി ഫീച്ചേഴ്സ് ഭാഗം പറയുകയാണെങ്കിൽ ഇതൊരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ്. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. എങ്കിൽ കൂടി പറയാതിരിക്കാൻ വയ്യ. സൺറൂഫും കാര്യങ്ങളുണ്ട്. ഇന്റീരിയർ ഭാഗത്തിനോട് ഇണങ്ങിയ നല്ല ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളി പോകും. അമ്മാതിരി സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ റോഡിലെ കിങ് തന്നെയാണ് മെഴ്സിഡസ് ബെൻസ്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ടയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരു 70%-ഓളമുള്ള ടയറുകൾ വിത്ത് അലോയും കാര്യങ്ങളും വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ ഒന്നുമില്ല. എല്ലാ പേപ്പറും കാര്യങ്ങളും ക്ലിയർ ആണ്. വെറും 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ ലോണിൽ നല്ലൊരു യൂസർ വാഹനം ആഗ്രഹിച്ച് നടക്കുന്നവർക്കുള്ള സുവർണാവസരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ടാറ്റയുടെ നെക്സോൺ എന്ന വാഹനമാണ്. XZA+ ആണ് വേരിയന്റ്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. 2020 ആണ് മോഡൽ. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. വെറും 56,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ്, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റും കാര്യങ്ങളും ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണ് നമ്മൾ എടുത്തു പറഞ്ഞു. പിന്നെ വണ്ടിയുടെ ഉൾഭാഗവും പുറംഭാഗവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സ്, നല്ല കണ്ടീഷൻ ടയറും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത്. വിത്ത് അലോയും വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 9,50,000 രൂപയാണ്. ഈ വാഹനം വാങ്ങാൻ വരുന്ന കസ്റ്റമർ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 100% ലോൺ സൗകര്യം ഈ ഒരു വാഹനത്തിന് ലഭ്യമാണ്. നമ്മൾ എടുത്തു പറയണം, വരുന്ന കസ്റ്റമർ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റാതെ സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഫുൾ ലോൺ കാര്യങ്ങൾ കിട്ടുള്ളൂ.
അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന സ്ഥലത്തുള്ള ഏഷ്യൻ കാർസ് യൂസർ ഷോറൂമിലേക്ക് വരാം. പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഇഷ്ട ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വാഹനമാണ് ഓഡി എന്ന വാഹനം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2014 മോഡൽ 2015 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഓഡി A4 എന്ന വാഹനമായിട്ടാണ്. ഇത് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്, ഡീസൽ എഞ്ചിനാണ്. 88,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു വാഹനത്തിന്റെ ഉൾഭാഗം പുറഭാഗം നോക്കുമ്പോൾ മനസ്സിലാവും വേറെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നിലവിൽ ഗുഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ, ഫീച്ചേഴ്സ് ഭാഗം നമ്മൾ ലക്ഷറി കാറുകളുടെ ഫീച്ചേഴ്സ് പറയാണ്ടിരിക്കുക നല്ലത്. കാരണം പറഞ്ഞാൽ തീരാത്ത അത്രയും ഫീച്ചേഴ്സ് ഒരു ലക്ഷറി ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, നല്ല ലെതർ ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഈ കാണിച്ച സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഈ ഒരു ഓഡി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 16,75,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ വാഹനം വാങ്ങാൻ മാത്രമല്ല, ഇതുപോലെയുള്ള ഏത് വാഹനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക.